ഞാൻ നിൽക്കണ ഈ സ്ഥലമില്ലേ, ഇതാണ് ചെന്നൈ കിളമ്പാക്കത്തെ പുതിയ ബസ് സ്റ്റാൻഡ്. ഇൻഡർസ്റ്റേറ്റ് ബസ്സൊക്കെ ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ വരുന്നതും പോകുന്നതുമൊക്കെ. വാരണാസി പോകാനായി ചെന്നൈയിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് വെളുപ്പിന് ഞാൻ ഇവിടെ എത്തിയത്. കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അത്രയും സൗകര്യങ്ങളോടെ അടിപൊളിയായിട്ടോ ഇത് പ്രവർത്തിക്കുന്നത്. നമ്മുടെ KSRTC ബസ്സിൻ്റെ പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ബസ് ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഡോർമെറ്ററി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ ഞാൻ രാവിലെ എത്തി ചോദിച്ചപ്പോൾ എല്ലാം ഫീൽഡായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള, നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ടോയ്ലറ്റുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഫ്രഷ് ആകാനൊന്നും പ്രോബ്ലം ഇല്ലായിരുന്നു. ഡ്രിങ്കിങ് വാട്ടറും നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലവും അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ഒട്ടും തിരക്ക് അനുഭവപ്പെടില്ല. സമാധാനമായി ഇരിക്കാം. ഒന്ന് ഫ്രഷായി കുറച്ചു നേരം എഴുന്നേറ്റ് പിന്നെ കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ തേരാപ്പാര നടന്നു. ഡിസംബർ 30, 2023 ആരംഭിച്ച 88 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ബസ് സ്റ്റാൻഡിൽ 300 ബസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കേട്ടോ ഒരുക്കിയിട്ടുള്ളത്. ഈ ഏരിയ കൂടാതെ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനവും എമർജൻസി റൂമും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനുള്ളിൽ. ഷോപ്പുകൾക്കുള്ള ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിലും എല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ. എടുത്തു പറയേണ്ടത് വൃത്തിയാണ്. ഒരു പേപ്പർ തുണ്ട് പോലും എവിടെയും കിടക്കുന്നില്ല. ക്ലീനിങ് സ്റ്റാഫും സെക്യൂരിറ്റി സ്റ്റാഫും ഇഷ്ടം പോലെ. അതുകൊണ്ട് തന്നെ പോക്കറ്റടിക്കാരെ അധികമൊന്നും പേടിക്കേണ്ട. പക്ഷേ കുറച്ചു നേരം കൂടി വായും തുറന്ന് നടന്ന ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് ഏതെങ്കിലുമൊക്കെ ബസ് പിടിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തണം. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അങ്ങനെ പുറത്ത് കടന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ലോക്കൽ ബസ് കിട്ടും. അതിൽ കയറി തമ്പാരം ഇറങ്ങണം. അവിടുന്ന് വേണം പിന്നെ റെയിൽവേ സ്റ്റേഷൻ ബസ് കയറാൻ. അങ്ങനെ എനിക്ക് പോകേണ്ട ബസ് വന്നു. അതിൽ കയറി പതുക്കെ പുറത്തേക്ക്. ഒരു ആംബുലൻസ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ചെന്നൈയുടെ ചൂട് മനസ്സിലായത്. എന്തൊരു ചൂട്! നമ്മുടെ നാട്ടിനേക്കാൾ കഷ്ടം. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ചെന്നൈയിൽ സാധാരണ ഉണ്ടാകാറുള്ള ട്രാഫിക് ഉണ്ടായിരുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷമാണോ ഞാൻ ചെന്നൈ കാണുന്നത്. അങ്ങനെ ആദ്യത്തെ ബസ് കയറി ഞാൻ തമ്പാരം ഇറങ്ങി. തമ്പാരത്തെത്തി അടുത്ത ബസ് കാത്തു നിന്നപ്പോഴേക്കും ചൂട് പിന്നെയും കൂടി. തമ്പാരത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂറോളം എടുത്തു റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട്. ചൂടുകൊണ്ട് കുറേ നേരം ഞാൻ അറിയാതെ മയങ്ങിപ്പോയി. അങ്ങനെ നല്ല പൊരി വെയിലത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി.